ഇപ്പോൾ CJP ഇന്ന് യോഗത്തിൽ തീരുമാനം പ്രഖ്യാപിച്ചുകൊണ്ട് പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യങ്ങൾ നോക്കുക. ഒന്ന്, അവർ ഒരു നാഷണൽ വൈഡ് ക്യാമ്പയിന് വേണ്ടി ശ്രമിക്കുന്നു, യുവാക്കളെ കേൾക്കാൻ നോക്കുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, അവർ രാഷ്ട്രീയ പാർട്ടി ആകുന്നില്ല എന്ന് പറയുകയാണ്. ഇനിയൊരു രാഷ്ട്രീയ പാർട്ടിക്ക് പ്രസക്തിയില്ല, രാഷ്ട്രീയ പാർട്ടിയല്ല, ഒരു പ്രഷർ ഗ്രൂപ്പാണ് രാജ്യത്ത് വേണ്ടത്. വ്യത്യസ്ത ഐഡിയോളജികളിൽ വ്യത്യസ്ത പാർട്ടികളിലുള്ളവരെ കോൺസ്റ്റിറ്റ്യൂഷണൽ ഇഷ്യൂസിലേക്ക് ഒരുമിച്ച് ചേർക്കാനുള്ള ഒരു ശക്തിയായി മാറുമെന്ന് അവർ പറയുന്നു. അതോടൊപ്പം അവർ ഉന്നയിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, നിങ്ങൾ ഇന്ത്യ സഖ്യവും കോൺഗ്രസും ഉന്നയിച്ച വോട്ട് ചോരി എന്ന പ്രധാനപ്പെട്ട ആരോപണം, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ഇൻറ്റഗ്രിറ്റി, ക്രെഡിബിലിറ്റി അത് ചോദ്യം ചെയ്യുകയാണ് അവർ. അതായത് പ്രതിപക്ഷം ചെയ്യേണ്ട ഒരു വലിയ പണി ചെയ്യാൻ തയ്യാറെടുക്കുകയാണ് CJP. പക്ഷേ കോൺഗ്രസ് ഇപ്പോഴും ഈ സ്റ്റുഡൻറ്റ് പ്രൊട്ടസ്റ്റിനെയൊക്കെ സപ്പോർട്ട് ചെയ്യുമ്പോഴും CJPയുമായി എൻഗേജ് ചെയ്യുന്നത് എന്തോ ഒരു വൈമുഖ്യം കാണിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ്? നോക്കുക ജെയിംസ്, ഇതിനകത്ത് കോൺഗ്രസ് എപ്പോഴും രാഷ്ട്രീയ പാർട്ടി നീതി അതിൻ്റെ പ്ലാറ്റ്ഫോമിൽ നിന്ന് സമരം ചെയ്യാൻ ആഗ്രഹിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനമാണ്. ഇപ്പോൾ നീറ്റ് പരീക്ഷ, മത്സര പരീക്ഷയുമായി ബന്ധപ്പെട്ട് രാജ്യത്തിലെ വിദ്യാർത്ഥികളെ ബാധിച്ച് നമ്മുടെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾ ആത്മഹത്യ ചെയ്തപ്പോൾ നമുക്കറിയാമല്ലോ, ഐ ലവ് യു പപ്പ, ഐ ലവ് യു മമ്മ എന്നൊക്കെ പറഞ്ഞ് എഴുതി വെച്ച് അതിവൈകാരികമായി നമ്മുടെ വിദ്യാർത്ഥികൾ ആത്മഹത്യ ചെയ്യുന്ന സിറ്റുവേഷൻ ഇന്ത്യ അഭിമുഖീകരിച്ചിട്ടുണ്ട്. ആ സമയത്ത് യൂത്ത് കോൺഗ്രസ് ആയാലും KSU ആയാലും NSU ആയാലും അതായത് പ്ലാറ്റ്ഫോമിൽ നിന്ന് സമരം ചെയ്യുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമായിരുന്നു. അങ്ങനെയാണ് നമ്മൾ സമരം മുന്നോട്ട് കൊണ്ടുപോയതും അങ്ങനെയാണ് മുന്നോട്ട് പോയതും. ഇവിടെ സംഭവിച്ചത് എന്താണ്? ഈ ലോക്സഭയിലും രാജ്യസഭയിലും ഇതുമായി ബന്ധപ്പെട്ട് ഈ പോലീസ് ആക്രമണമായി പോട്ടെ, നീറ്റ് പരീക്ഷയുമായി, മത്സര പരീക്ഷകളുമായി ബന്ധപ്പെട്ട് പേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കുവാനുള്ള അവസരം പോലും ആദ്യഘട്ടത്തിൽ കൊടുത്തില്ല. അവിടെ ലോക്സഭയിലും രാജ്യസഭയിലും ഉപരാഷ്ട്രപതി ആയാലും സ്പീക്കർ ആയാലും അതുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷത്തിന് യാതൊന്നും സംസാരിക്കാൻ പോലും അനുവദിച്ചില്ല. അപ്പോഴാണ് രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവും MP-മാരും ഈ പറയുന്ന പ്രധാനമന്ത്രിയുടെ വീടിന്റെ മുന്നിലേക്ക് സമരവുമായി ബന്ധപ്പെട്ട് പോയത്. അവിടെയും പ്രതിപക്ഷ നേതാവിനെയും വനിതാ MP ആയ പ്രിയങ്ക ഗാന്ധി ഉൾപ്പെടെയുള്ള പ്രായമുള്ള നമ്മുടെ നാട്ടിലെ MP-മാരായ കൊടിക്കുന്നിൽ സുരേഷിനെയും നമ്മുടെ മന്ത്രിയായ PC വിശ്വനാഥിനെയും ഡീൻ കുര്യാക്കോസിനെയും ഒക്കെ ഉൾപ്പെടെയുള്ളവരെ അവരുടെ പ്രോട്ടോകോൾ പോലും നോക്കാതെ പോലീസ് നടപടി നേരിട്ടത് നമ്മൾ കണ്ടതാണ്. പ്രതിപക്ഷ നേതാവിനെയൊക്കെ പിടിച്ചുകൊണ്ട് പോകുന്നത് നമ്മൾ കണ്ടതാണ്. പ്രിയങ്ക ഗാന്ധിയൊക്കെ ഈ പറയുന്ന പുരുഷ പോലീസുകാർ തന്നെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്നതും ക്രൂരമായി കൊണ്ടുപോകുന്നതും ഒക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അത്രത്തോളം ഒരു സമരത്തെ നേരിടുവാൻ അപ്പോൾ തന്നെ ആ രീതിയിൽ നേരിട്ടുകൊണ്ട് പോകുന്ന ഒരു പോലീസ് സംവിധാനത്തെ ഡൽഹി പോലീസ് സംവിധാനവുമായി ബന്ധപ്പെട്ട് നമ്മൾ കാണുകയാണ്. അതുപോലെ തന്നെ ഈ കുട്ടികളുമായി ബന്ധപ്പെട്ട് ആ സമരവുമായി ബന്ധപ്പെട്ട് എന്തെല്ലാമാണ് അവിടെ ചെയ്യുന്നത്? ഇന്റർനെറ്റ് ബാൻ ചെയ്യുന്നു, അതുപോലെ മെട്രോ അടച്ചിടുന്നു, അങ്ങനെയൊക്കെ പല രീതിയിലും ഈ സമരങ്ങളെ എല്ലാം എങ്ങനെയെങ്കിലും മാറ്റി നിർത്തുക, ഈ സമരങ്ങളെ പൊളിക്കുക എന്നുള്ള രീതിയിലേക്ക് പോയി. അതുമാത്രമല്ല, പല രീതിയിലുള്ള ഈ പറയുന്ന എന്തെങ്കിലും ഒരു സമരം വരുമ്പോൾ, രാജ്യത്തിന് സർക്കാരിനെതിരെ എന്തെങ്കിലും ഒരു സമരം വരുമ്പോൾ ആ സമരം നടക്കുമ്പോൾ അവിടേക്ക് സമരം ചെയ്യാൻ വരുന്നവരെ എല്ലാം രാജ്യദ്രോഹികളായി മുദ്രകുത്താൻ വേണ്ടി പല രീതിയിലുള്ള സൈബർ ആക്രമണത്തിലേക്കും ആ രീതിയിലേക്ക് വ്യാഖ്യാനിക്കുന്ന രീതിയിലേക്ക് പല സംഘടനകളും അതുപോലെ BJPകളും ഒക്കെ മുന്നോട്ട് പോകുന്നുണ്ട്. എന്തിനേറെ പറഞ്ഞാൽ ഈ കേരളത്തിലെ BJP, രാജീവ് ചന്ദ്രശേഖരന്റെ BJP അന്ന് നടന്ന സമരത്തിനെതിരെ KPCC ഓഫീസിലേക്ക് സമരം ചെയ്ത് നമ്മൾ കണ്ടതാണ്. അങ്ങനെ ഈ സമരത്തെ, ഈ വിദ്യാർത്ഥികളെ, യുവജനങ്ങളെ അവഹേളിക്കുന്ന രീതിയിലേക്ക് ഈ ഇന്ത്യയിലെ BJPയും കേന്ദ്ര സർക്കാരും മുന്നോട്ട് വരികയാണ്. പിന്നെ ആ സമരങ്ങളെല്ലാം അതിവൈകാരികമായി പോയപ്പോഴാണ് ഈ പറയുന്ന ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കേണ്ടി വന്നത്. എന്നിട്ട് ഇപ്പൊ പറയാണ് ഞങ്ങളെല്ലാം വിദ്യാർത്ഥികളോടൊപ്പമാണ് എന്നുള്ളത്. എന്തുകൊണ്ടാണ് ഈ രാജ്യത്തിന്റെ ആഭ്യന്തരമന്ത്രിക്ക് ഈ ലോക്സഭയിലേക്ക് രാജ്യസഭയിലേക്ക് വരാൻ പറ്റാത്തത്? ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ചോദ്യങ്ങൾ അഭിമുഖീകരിക്കാൻ പറ്റാത്തത്, ഇതുമായി ബന്ധപ്പെട്ടുള്ള വിശദീകരണം നൽകാൻ പറ്റാത്തത്, അതിനെല്ലാം അദ്ദേഹത്തിനെ പോലെ ഉള്ളവർക്ക് പറ്റുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയെ സംബന്ധിച്ച് ഇപ്പോൾ തന്നെ എനിക്ക് മുമ്പ് സംസാരിച്ച ഇടതുപക്ഷത്തിന്റെ പ്രതിനിധി പറഞ്ഞതുപോലെ രാജ്യം അഭിമുഖീകരിക്കുന്ന ഈ വിഷയം മാത്രമല്ല, നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട വിഷയം, വിദ്യാർത്ഥികളുമായി ബന്ധപ്പെട്ടുള്ള വിഷയം നിൽക്കുമ്പോൾ തന്നെ രാജ്യത്തെ ഏറ്റവും വലിയ അമ്പലക്കൊള്ളകൾ നടന്നിരിക്കുകയാണ്. കേരളത്തിൽ അത് CPM ചെയ്തിട്ടുണ്ടെങ്കിൽ കേന്ദ്രത്തിൽ അത് BJPക്കാർ ചെയ്തിരിക്കുകയാണ്. രാമജന്മ തീർത്ഥ ട്രസ്റ്റുമായി ബന്ധപ്പെട്ട് അവിടവുമായി ബന്ധപ്പെട്ട് ആ ക്ഷേത്രം നിർമ്മിക്കുന്നതുമായി ബന്ധപ്പെട്ടൊക്കെയുള്ള കലാപങ്ങളുമൊക്കെ നമുക്കറിയാമല്ലോ. ആ ക്ഷേത്രം നിർമ്മിക്കുന്നത് തന്നെ എന്തിനു വേണ്ടിയായിരുന്നു? ആ ക്ഷേത്ര നിർമ്മാണത്തെ കൊള്ള നടത്തിയിരിക്കുകയാണ്. ഭക്തജനങ്ങൾ തലയ്ക്ക് ഒഴിഞ്ഞിടുന്ന കാണിക്ക വഞ്ചി പോലും അടിച്ചുകൊണ്ട് പോക്കുകയാണ്. ഹിന്ദുക്കളെ എല്ലാം അവകാശമായി, ഹിന്ദുക്കളെല്ലാം ഞങ്ങളുടെ ആളുകളാണ് എന്ന് പറഞ്ഞ അവകാശം പറയുന്നവർ ഒരു ക്ഷേത്രത്തെ, അതായത് ഹൈന്ദവ മതപ്രകാരം ശ്രീരാമന്റെ ഏറ്റവും വലിയ വിശേഷമുള്ള ശ്രീരാമന്റെ പേരിലുള്ള ക്ഷേത്രം വരെ കൊള്ളയടിക്കുന്ന രീതിയിലേക്ക് ഈ രാജ്യത്തിന്റെ സർക്കാർ മാറിയിരിക്കുകയാണ്. ഈ രാമജന്മ തീർത്ഥ ഭൂമി ട്രസ്റ്റ് എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ, അതുമായി ബന്ധപ്പെട്ട് പ്രധാനമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ടുള്ള ബന്ധങ്ങൾ നമുക്കറിയാമല്ലോ. അതിനെ ഒന്നും അഡ്രസ് ചെയ്യാൻ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയെ കാണുന്നില്ല, രാജ്യത്തിന്റെ ആഭ്യന്തരമന്ത്രിയെ കാണുന്നില്ല. ഇവർ രണ്ടുപേരും മുങ്ങി നടക്കുകയാണ്. ഇവർക്ക് എന്തിനാണ് ഇത്ര പേടിക്കുന്നത്?
ഇവരുടെ മടിയിൽ കനമില്ലെങ്കിൽ ഇവർക്ക് രാജ്യത്തിനെ അഭിസംബോധന ചെയ്തുകൊണ്ട് രാജ്യത്തിന്റെ ലോക്സഭയിലേക്കും രാജ്യസഭയിലേക്കും വന്നിട്ട് ഇവർക്ക് വർത്തമാനം പറയാൻ എന്താണ് ഇവർക്ക് ഇത്ര പേടി? അപ്പോൾ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ഈ വിദ്യാർത്ഥികളെ ആക്രമിച്ചതായാലും ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ടുള്ള കൊള്ളയായാലും ഇതിലെല്ലാം ഇവർക്ക് പങ്കുണ്ട് എന്നുള്ളതിന്റെ തെളിവാണ് നിൽക്കുന്നത്. രാജ്യത്തിലെ എല്ലാ സമരങ്ങളെയും അടിച്ചമർത്തുന്ന രീതിയിലേക്കുള്ള ഒരു അടിച്ചമർത്തൽ സമരമായി ഇതും മാറ്റിയെടുക്കാം എന്നുള്ള രീതിയിലേക്കുള്ള കുപ്രചരണങ്ങളെല്ലാം പൊളിഞ്ഞ് ആ സമരം വിജയിക്കുന്നു. അവിടെ വിദ്യാർത്ഥി സമൂഹത്തെ അഭിസംബോധന ചെയ്ത പ്രതിപക്ഷം, ഇന്ത്യയിലെ പ്രതിപക്ഷം വിജയിക്കുന്നു എന്നുള്ളത് കണ്ടുകൊണ്ട് അതിനെയൊക്കെ അതിനെ എങ്ങനെയെങ്കിലും ഒന്ന് ഒതുക്കി തീർക്കുവാൻ, അതൊന്ന് മയപ്പെടുന്നെങ്കിൽ മയപ്പെടട്ടെ എന്നുള്ള രീതിയിലേക്ക് മാറി നിൽക്കാനുള്ള സമീപനം ഒരിക്കലുമില്ല. ഈ പറയുന്ന രാജ്യത്തിന്റെ ആഭ്യന്തരമന്ത്രിയുമായി ബന്ധപ്പെട്ട് പാവപ്പെട്ട വിദ്യാർത്ഥികളുമായി ബന്ധപ്പെട്ട് പെല്ലറ്റ് ഗണ്ണിൽ കാഴ്ചശക്തി പോയിട്ടുള്ള വിദ്യാർത്ഥികൾ, ആ വിദ്യാർത്ഥികളുമായി ബന്ധപ്പെട്ട് അതുപോലെ തന്നെ അതിക്രൂരമായ മർദ്ദനമേക്കപ്പെട്ട വിദ്യാർത്ഥികൾ, ഇതുമായി ബന്ധപ്പെട്ട പരിക്കേറ്റ വിദ്യാർത്ഥികൾ, ഈ രാജ്യത്തിന്റെ ഈ രാജ്യത്തിന്റെ ജനതയുടെ ശബ്ദം ഉയരക്കെ തന്നെ ഈ രാജ്യസഭയിലും ലോക്സഭയിലും ഈ അമിത്ഷായ്ക്ക് മറുപടി പറയേണ്ടി വരും. ആ ശബ്ദം ഉറക്കെ കേൾപ്പിക്കുവാൻ വേണ്ടിയാണ് രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവും പ്രതിപക്ഷവും ഇന്നും നിൽക്കുന്നത്. അത് പറയാതെ അവർക്ക് പോകാൻ സാധിക്കത്തില്ല. അതിനുദാഹരണമാണ് ഈ ഉപതെരഞ്ഞെടുപ്പുകളുമായി ബന്ധപ്പെട്ട് രാജ്യത്തിലെ ജനങ്ങൾ അവരെ കൈവിട്ടുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് ഇതിന്റെ പച്ചയായ യാഥാർത്ഥ്യം. ഇതുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിനെ സംബന്ധിച്ചതാണ് യുവജനങ്ങളെ കേൾക്കുവാൻ, അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ, അവരോടൊപ്പം നിൽക്കുവാൻ ഞങ്ങളുടേതായ പ്ലാറ്റ്ഫോമിൽ ഇന്നലെ നിന്നതുപോലെ ഇന്നും നാളെയും നിന്നുകൊണ്ട് മുന്നോട്ട് പോകുമെന്നുള്ളതാണ്. ആ പ്ലാറ്റ്ഫോമിലുള്ള സമരങ്ങളുമായി മുന്നോട്ട് പോകും. ഇനി അമിത്ഷായ്ക്കെതിരെയാണെങ്കിൽ, നരേന്ദ്രമോദിക്കെതിരെയാണെങ്കിൽ, ഗവൺമെന്റിനെതിരെയുള്ള സമരങ്ങളുമായി സഭയ്ക്കകത്തും പുറത്തും സമരവുമായി മുന്നോട്ട് പോകും. അവര് മറുപടി പറഞ്ഞേ പറ്റൂ അർജുൻ ഷാ. കാരണം ഇത് ഇന്ത്യയിലെ ജനങ്ങളുടെ അല്ലെങ്കിൽ പാവപ്പെട്ട മാതാപിതാക്കളുടെ, മക്കൾ നഷ്ടപ്പെട്ട മാതാപിതാക്കളുടെ, വിദ്യാർത്ഥികളുടെ, ലക്ഷക്കണക്കിന് വരുന്ന വിദ്യാർത്ഥികളുടെ പ്രശ്നമാണ്. ഇത് നമ്മുടെ ഭാവിയുടെ പ്രശ്നമാണ്, നമ്മുടെ യുവജനയുടെ പ്രശ്നമാണ്, ഇനിയും വരുന്നൊരു തലമുറയുടെ പ്രശ്നമാണ്. ആ പ്രശ്നത്തിനെതിരെ മുഖം തിരിച്ചു നിൽക്കുന്ന സർക്കാരായി ഇന്ത്യയുടെ സർക്കാർ മാറുകയാണെങ്കിൽ അതിനെതിരെ ശക്തമായ സമരവുമായി കോൺഗ്രസ് ഉണ്ടാവും എന്നുള്ളതാണ്, പ്രതിപക്ഷം ഉണ്ടാവും എന്നുള്ളതാണ്.